തിരുവനന്തപുരം പൂജപ്പുരം മുടവമോളിന് സമീപമാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 4 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഏകദേശം 5 വർഷത്തിനകത്ത് പഴക്കമുള്ള വീടാണ്. നല്ല ചെറിയ വിലയ്ക്ക്, ചെറിയ വിലയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് മുടവമോളിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ സെൻറ്റ് മേരീസ് സ്കൂളൊക്കെ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ കൊങ്കളം ജംഗ്ഷൻ വരും. കൊങ്കളം ജംഗ്ഷനിൽ നിന്ന് ടാഗോർ റോഡ്, അതുവഴി നഗരകാവ് ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ തന്നെ ഇടത്തോട്ട് വിദ്യാധിരാജ റോഡെന്ന് പറഞ്ഞ റോഡ് കാണാം. ആ റോഡിനകത്തൊരു 300 മീറ്റർ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. ഇവിടെ ഒരു ഹൗസ് നമ്പർ നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ NRWAC 57/8 അത് കഴിഞ്ഞിട്ടിരിക്കുന്ന വീട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് നമുക്ക് ആ ഒരു ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരുമല തൃക്കണ്ണാപുരം റോഡിലേക്ക് ചെന്ന് കയറാൻ സാധിക്കും. കുന്നപ്പുഴ ജംഗ്ഷനിലേക്ക് ഏകദേശം 600 മീറ്ററിൽ ചെന്നെത്താൻ സാധിക്കും. ആ രീതിയിലാണ് ലൊക്കേഷൻ. നല്ലൊരു വിലയ്ക്ക് വാങ്ങിക്കാം കേട്ടോ. വളരെ ചെറിയൊരു ബഡ്ജറ്റാണ്, പ്രൈസാണ് ഇതിന് കോട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന പോലെ നമുക്ക് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. 2 വണ്ടികൾ ബാക്ക് ടു ബാക്ക് പാർക്ക് ചെയ്യാം. കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അത് പോയിട്ട് പിൻവശം കാണിച്ചു തരാം. നമുക്കിവിടെയൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ചെടികളൊക്കെ വയ്ക്കണമെങ്കിൽ അതിനുള്ള സ്ഥലമുണ്ട്. നമുക്ക് ഈ കിണർ വന്നിട്ട് ഷെയ്ഡാണ്. അതായത് ആ വീട്ടുകാർക്കും നമുക്കും കൂടെ ആയിട്ട് ഷെയ്ഡാണ്. അത് ആ രീതിയിൽ നമുക്ക് എഗ്രിമെൻറ്റിലുണ്ടാവും. പിൻവശത്ത് നമുക്കിത് ഈ ഒരു വർക്ക് ഏരിയ, ഒരു ബാത്റൂം പുറത്തായിട്ട്, അതായത് സർവൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു ബാത്റൂം ചെയ്തിട്ടുണ്ട്. അതിന് മേളിലുള്ള സ്പേസ് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റെയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യണമെങ്കിലോ സ്റ്റോർ റൂമായിട്ടോ അതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഇത് വീട് പഴക്കമുണ്ടെങ്കിലും ശരിക്കും ഇതിനകത്ത് അധികം ആൾ താമസിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെ വെച്ചാൽ ഇവർക്ക് വേറെ ഒരു വീടുണ്ട്. ഒരു 6 മാസത്തിനകത്ത് മാത്രമേ ഈ വീടിനകത്ത് താമസിച്ചിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് കയറുന്നത്. നമ്മുടെ ഇതിൽ കാണുന്ന ഈ ഒരു കോമൺ സ്പേസിൽ കാണുന്ന ഫർണിച്ചറെല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ കാണുന്ന സോഫ, അതുപോലെ ഡൈനിങ് ടേബിൾ, ഈ സാധനങ്ങളെല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇവിടെ ഇട്ട് നമുക്കൊരു ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചണിലേക്ക് വന്നിട്ട് ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. അവിടെ നിന്ന് പിൻവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു വർക്ക് ഏരിയയിലേക്ക് ആക്സസ് കിട്ടും. ഈ വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് ആ ഒരു സൈഡിലേക്കും ഈ സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യവും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ താഴത്തെ നിലയിൽ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് വരുന്നത്. ഇതുപോലെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പുത്തനായിട്ട് ചെയ്ത പോലെയല്ലേ, നോക്കി പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. കാരണം ആ രീതിയിൽ അവരധികമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ പുത്തൻ കണ്ടീഷനിൽ ഇരിപ്പുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസിൽ നിന്ന് നമുക്ക് 2 ബെഡ്റൂം, പിന്നെ അല്ലാണ്ട് മുൻവശത്തേക്ക് ഒരു ബാൽക്കണി സ്പേസ്, ആ രീതിയിലാണ് ആക്സസ് വരുന്നത്. ഈ 2 ബെഡ്റൂമുകളും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. നമ്മൾ താഴത്തെ കണ്ടതുപോലെ തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട്. കബോർഡ് പോകെ നമുക്ക് മേളിലേക്ക് ഈ കാണുന്ന പോലെ സ്റ്റോറേജ് ഒത്തിരി അധികം ഒരുക്കിയിട്ടുണ്ട്. ഒരു സ്ലാബ് ചെയ്ത് അതിന് മേളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരും. ഇതിലായാലും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകളിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. സാധാരണഗതിയിൽ ഈ ബജറ്റിലെ വീടുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കിതുപോലെ കബോർഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഈ വീടിനകത്ത് കണ്ട കാഴ്ചകൾ പോയിട്ട് നമ്മൾ നേരത്തെ ആ ബാക്ക് യാർഡിൽ കാണിച്ചില്ലേ, ആ ഒരു വർക്ക് ഏരിയയുടെ മേളിലേക്ക് ഒരു സ്റ്റോറേജ് ഏരിയ അങ്ങനെയുണ്ട്. പക്ഷെ അതിന് വീടിനകത്തൊന്നും ആക്സസ് ഇല്ല. അത് നമ്മുടെ പിൻവശത്ത് ആ ഒരു സ്റ്റെയർ കയറി വരേണ്ടതായിട്ട് വരും. ഇത് നമ്മുടെ ബാൽക്കണി ഏരിയയിലേക്ക് വരാം. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഫുള്ള് വീടുകളുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. നമ്മുടെ തൊട്ടടുത്ത് വീടുണ്ട്. ഇത് അവിടെ എല്ലാം വീടുകളാണ് കേട്ടോ. പക്ഷേ ഇവിടേക്ക് ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തൊരു മാവ് നിൽപ്പുണ്ട്, ഫുള്ളായിട്ട് കാഴ്ച നിൽപ്പുണ്ട്, നോക്കി. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാം. ഇതിന് ഉദ്ദേശിക്കുന്ന വില 55 ലക്ഷം രൂപ മാത്രമാണ്. അതായത് ടോട്ടലായിട്ട് 4 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാവശ്യം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ്. അതും നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പൂജപ്പുര കയറാം. നമുക്ക് തിരുമല സൈഡാണെന്നുണ്ടെങ്കിൽ കുന്നപ്പുഴ ജംഗ്ഷനിൽ കയറാം. സെൻറ്റ് മേരീസ് സ്കൂളാണെങ്കിൽ ഏകദേശം 1.2 കിലോമീറ്റേഴ്സ് മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. കൊങ്കളം ജംഗ്ഷൻ ഇവിടെ തൊട്ടടുത്താണ്. ആ രീതിയിലൊരു പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാം. ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ 55 ലക്ഷം രൂപ മാത്രമാണ്.